ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ആത്മീയ രഹസ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം പിശാചുമായി പാപവുമായി പങ്കുചേർന്ന് ഉടമ്പടി വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട് ക്രൈസ്തവർക്ക്. ക്രൈസ്തവരും ക്രൈസ്തവരല്ലാത്തവരുമൊക്കെ തിന്മയുമായിട്ട് ഉടമ്പടി വയ്ക്കുക, പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ മേഖലയിലാണ് സംഭവിക്കുക. പിശാചുമായൊരു ആത്മീയ ഉടമ്പടിയുണ്ട്. അത് പരസ്യമായി ഡയറക്റ്റായിട്ട് ഉടമ്പടി വയ്ക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റായിട്ട് ഉടമ്പടി വയ്ക്കുന്നവരുണ്ട്. മറ്റവർ ഡയറക്റ്റായിട്ട് വയ്ക്കുന്നവർ ബോധപൂർവം വയ്ക്കുന്നവരാണ്, അതാരെന്നും വ്യക്തമാക്കി തരാം. അല്ലാത്തവർ ഇൻഡയറക്റ്റായിട്ട് ബോധപൂർവം അല്ലാതെ ദൈവമാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവരുമാണ്. ഡയറക്റ്റായിട്ട് ഉടമ്പടി വയ്ക്കുന്നവർ ദൈവത്തെ പിശാചെന്ന് വിളിച്ചുകൊണ്ട്, പിശാചെ അംഗീകരിച്ചുകൊണ്ട് ദൈവമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ ദൈവം പിശാചാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ബോധപൂർവം വയ്ക്കുന്നവരാണ്. മറ്റവർ ബോധപൂർവം അല്ലാതെ ദൈവമാണെന്ന് വിചാരിച്ച് ഈ ലോകവുമായി സമ്പത്തുമായി സന്ധി ചേർന്നിട്ട് പിശാചുമായി ഒരു ആത്മീയ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവരാണ്. ഈ രണ്ട് കേസിലും സംഭവിക്കുന്നത്, നമ്മൾ ആത്മാവിനെ പിശാചിന് കൊടുക്കുകയും ലോകത്തിൻ്റെ ലൗകിക സുഖങ്ങളെയും നേട്ടങ്ങളെയും സമ്പത്തിനെയും പുരോഗതിയെയും ഒക്കെ നമ്മൾ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുമ്പോൾ, ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാച് നമുക്ക് ആ ഉടമ്പടിയിൽ തരുന്നത് ലോകത്തിൻ്റെ സമ്പത്തും പ്രീതിയും പ്രശസ്തിയും സകലതും തരും. പക്ഷേ അവൻ വിലക്കെടുക്കുന്നത് ഓരോരുത്തരുടെയും ആത്മാവിനെയാണ്. അപ്പോൾ ആത്മാവിനെ അവൻ വിലക്കെടുത്തിട്ട് അവൻ ലോകത്തിലെ സകല പേരും പ്രശസ്തിയും സമ്പത്തും കാര്യങ്ങളും നേട്ടങ്ങളും ലൗകികമായ നേട്ടങ്ങളും എല്ലാം അവൻ തരും. കാരണം അതിൻ്റെയൊക്കെ ഉടയവൻ അവനാണ്. അതാണ് ഈശോ സാത്താനെ ലോകത്തിൻ്റെ അധികാരി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് ചിലപ്പം ദീർഘമായി പോകും, കുറച്ചധികം നേരം ഉണ്ടായിരിക്കാം. എങ്കിലും അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയേണ്ടതുണ്ടാവും. അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പിശാചുമായിട്ടൊരു ഉടമ്പടി വരുന്ന കാര്യമാണ് പറഞ്ഞത്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും, അല്ലെങ്കിൽ പ്രത്യക്ഷമായും പരോക്ഷമായും സാത്താനുമായി ഉടമ്പടി വെച്ച് നമ്മുടെ ആത്മാവിനെ നമ്മൾ പിശാചിന് കൊടുക്കുകയാണ്. പലരും ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സാത്താനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും. ഇപ്പോൾ പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും സംസാരത്തിൽ പറയുന്നുണ്ട്, എന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ചെയ്തത് മുഴുവൻ തെണ്ടിത്തരം അറിയാം. പല തെണ്ടിത്തരങ്ങളും തോന്നിയാസങ്ങളും എല്ലാം ചെയ്ത് ചതി വഞ്ചന എല്ലാം ചെയ്യും. എല്ലാം ചെയ്ത് ചതിയും വഞ്ചനയും കുടുംബത്തെ തകർക്കലും ദുഷ്പേരുണ്ടാക്കുകയും അതുപോലെ തന്നെ ഒത്തിരി നാശങ്ങൾ വിപത്തുകൾ വരുത്തി വയ്ക്കുകയും ഒക്കെ ചെയ്തു പോയിട്ടും സാമ്പത്തികമായി ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും, ഞാനിതൊക്കെ ചെയ്തിട്ട് എല്ലാ തെറ്റും ചതിയും വഞ്ചനയും കുനിശും കൗശലവും തന്ത്രവും ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് ശേഷവും എന്നെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, സാമ്പത്തികമായി ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്, കടബാധ്യതകൾ നൽകുന്നില്ല, തകർച്ച നൽകിയിട്ടില്ല. അപ്പം ഇങ്ങനെ നേട്ടങ്ങളുണ്ട്. അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം അതൊന്നും വിലമതിച്ചിട്ടില്ല. ആ ചെയ്ത തെറ്റുകളും അല്ലെങ്കിൽ ഒത്തിരി പാപവും ഉണ്ട്, പാപത്തിൻ്റെ കടങ്ങളുമുണ്ട്. അപ്പോൾ കടങ്ങളെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് അനുഗ്രഹങ്ങളും സമ്പത്തും കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രശ്നമില്ലാത്ത എൻ്റെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യനെ പരിഗണിക്കാതെ പിന്നെയും തുടർന്നു പോകുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ബൈബിൾ എടുത്തു കഴിയുമ്പോൾ ബൈബിളിൽ നിന്ന് സന്ദേശങ്ങളും കിട്ടും. അതായത് ദൈവം നൽകുന്ന പ്രത്യാശ. ബൈബിൾ മൊത്തം പ്രത്യാശയുടെ സന്ദേശങ്ങളാണ്. അപ്പോൾ അധികം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യാശയുടെ സന്ദേശങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ നമ്മൾ വിചാരിക്കും, ദൈവം എൻ്റെ കൂടെയാണ്, ദൈവം എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ദൈവമാണ്. അപ്പോൾ ഈ പിശാചുമായിട്ടുള്ള ഉടമ്പടി നമ്മളെ ലംഘിക്കാതെ സാത്താൻ തന്നെ നമ്മളെ ബൈബിളിലൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് അനുദിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ ഈ പിശാചുമായ ഉടമ്പടിയിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ തകർക്കുന്ന വിധത്തിൽ, അതായത് അനുദിപ്പിച്ച് കുമ്പസാരിച്ച് പാപവും പാപത്തിൻ്റെ കടങ്ങളും വീട്ടിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധത്തിൽ നമ്മളെ പോകാതിരിക്കാൻ വേണ്ടി സാത്താൻ കെട്ടിയിടുന്ന മാർഗത്തിന് വേണ്ടിയിട്ട് ദൈവവചനം എടുത്തിട്ട് അവൻ നമ്മളോട് സംസാരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് ബൈബിളിൽ കാണാം. ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല.
ധനവാൻ എന്ന് പറയുമ്പോൾ ധനവാനായതുകൊണ്ടല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കുന്നത്. ധനവാന്റെ ധനാഗമ മാർഗങ്ങൾ എങ്ങനെയാണ്? അവൻ ദൈവത്തെ മറന്നുകൊണ്ടാണ് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാക്കുന്നതും അനീതിയിലൂടെയും തിന്മയിലൂടെയും ചതിയിലൂടെയും വഞ്ചനയുടെയും ഒക്കെ കൗശലപൂർവ്വം ഒക്കെ നേടിയെടുക്കുന്നതുമാണെങ്കിലുമാണ്, അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ചെടുക്കുകയും പിശാചിനെ സേവിച്ചുകൊണ്ടുമൊക്കെയാണ് അവൻ സമ്പത്ത് നേടുന്നെങ്കിലാണ് അവൻ ധനവാൻ ഈ നിത്യജീവൻ പ്രാപിക്കാതിരിക്കുക. എന്നാൽ അവൻ പങ്കുവെച്ചു കൊടുക്കാനും പങ്കുവെച്ചു കൊടുക്കുന്നത് ദൈവസാദൃശ്യമാണ്. ക്രിസ്തു തന്നെ പങ്കുവെച്ചു കൊടുത്ത് ദൈവസാദൃശ്യം നമുക്ക് കാണിച്ചു തന്ന പോലെ ഈ പങ്കുവെക്കലിലൂടെയാണ് ഒരു സമ്പന്നൻ രക്ഷ പ്രാപിക്കുക. അപ്പോൾ ധനം അതിൽ തന്നെ തെറ്റല്ല. ധനം തെറ്റായ രീതിയിൽ കൂടെ നേടുന്നുണ്ടെങ്കിൽ അത് ദൂഷ്യമാണ്. പക്ഷെ ധനം നമുക്ക് വരുമ്പോൾ അത് പങ്കുവെച്ചു കൊടുത്ത് ദൈവസാദൃശ്യത്തിലേക്ക് ഉയരുന്ന ധനവാൻ രക്ഷ പ്രാപിക്കും. എന്നാൽ അത് പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ കെട്ടിപ്പിടിച്ച് നടത്തുകയും അവൻ സ്വാർത്ഥതയുടെ ഒരു കൂടാരം ഉണ്ടാക്കുകയും അവൻ സുഖലോലുപനായി വസിക്കുകയും അവൻ തൊട്ടു മുന്നിൽ കിടക്കുന്ന വേദനിക്കുന്ന സഹോദരന്മാരെ ആരെയും കാണാതെ പോവുകയും പരിഗണിക്കാതെ പോവുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അവന് മനസ്സറിഞ്ഞ് സേവനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ധനവാൻ നരകം തെറ്റിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കൊട്ടകം സൂചിക്കുഴലിൽ കൂടെ പ്രവേശിക്കുന്ന പോലെയാണെന്ന്, അത്രയും ദുഷ്കരമാണെന്നാണ് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സംഭവം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് 10 വർഷത്തിലധികമായി ഞാൻ ഈ ഫ്രീമേസൺ തുടങ്ങിയ സാത്താനെ ആരാധിക്കുന്നവരെ കുറിച്ച് പഠനമൊക്കെ നടത്തി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അത് ചില അച്ഛന്മാർക്കും അറിയാം. അപ്പോൾ അന്ന് മാധ്യമം പത്രത്തിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ്. അദ്ദേഹം അതിലൊരു അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ മനസ്സിലാക്കി കുർബാന കൈകളിൽ കൊടുക്കുന്ന സംഭവം തെറ്റാണെന്നും അത് ബ്ലാക്ക് മാസിലേക്ക് പോകുന്നുവെന്നും ഇവിടെ ബ്ലാക്ക് മാസ് ചെയ്യുന്ന സംഘടനകൾ മാസനിക് സൊസൈറ്റീസ് ഉണ്ടെന്നും അത് ഭയങ്കരമായ തിന്മയുടെ മേലെ കൂടെ പോകുന്നതാണെന്നും അത് ക്രൈസ്തവരെ ആത്മീയമായി തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു, ഒത്തിരി ക്രൈസ്തവരിൽ പെട്ടുകിടപ്പുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ മനസ്സിലാക്കി ഒരു അച്ഛനെ ചെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വിട്ടു, ഇവിടെ ചെന്ന് കഴിഞ്ഞ ഒരാളുണ്ട്, മൂപ്പര് ഇതിനെപ്പറ്റി അറിയാവുന്നതാണ്, നിനക്ക് കാര്യങ്ങൾ കുറേ കാര്യം വിശദീകരിച്ച് തരാൻ സാധിക്കും, എനിക്കറിയാവുന്ന കാര്യത്തിലേയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എൻ്റെ ഓഫീസിൽ വന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. എൻ്റെ ഓഫീസിൽ വന്ന് മൂപ്പര് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട് എന്നോട്, എന്തിനാണ് ഇവർ ഈ ഫ്രീമേസൺസ് ഈ വർഷിപ്പിന് പോകുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാനൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് എനിക്ക് എൻ്റെ ആശയം കിട്ടി. ഞാൻ അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു, ആരാണ് ലോകത്തിൻ്റെ അധികാരി? പിശാചാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അതുകൊണ്ട് ഈ ലോകത്തിലെ സമ്പത്ത്, അതായത് സമ്പന്നരായിരിക്കുന്നവരാണ് ഈ മാസനിക് സൊസൈറ്റിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുകയും ചേരുകയും ചെയ്യുന്നത്. ഈ സമ്പന്നരായിരിക്കുന്നവർക്ക് സമ്പത്തിനുള്ള ആർത്തി കൂടി വന്നിട്ട് അവൻ ഏതായാലും പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരായിരിക്കും അവർ. അങ്ങനെ കാരണം കൂടുതൽ സമ്പത്തിനെ നാട്ടം വയ്ക്കുകയും ദൈവത്തെ വേണ്ട പിശാച് മതിയെന്ന് പറയുന്നവരും ആ ഒരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞവർ മാത്രമാണ്. അവർക്ക് കൂടുതൽ ആസ്തി വരുമ്പോഴും കടങ്ങളിലൊക്കെ മാറാൻ വേണ്ടി ദൈവത്തെ മറന്നുകൊണ്ട് സാത്താനുമായി ഉടമ്പടി വയ്ക്കുമ്പോൾ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ അവർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഒരു സംഭവമാണുള്ളത്. അപ്പം മരുഭൂമിയിലെ പരീക്ഷ നോക്കാൻ പറഞ്ഞു. അവിടെ സാത്താൻ ഈശോയുമായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ 3 കാര്യത്തിൽ അവൻ 3 തലത്തിലാണ് വചനം ഉപയോഗിക്കുന്നത്. ഒന്ന്, അതായത് ദൈവം മനുഷ്യനായി അവതരിച്ച് നിൽക്കുന്നു, ആ ദൈവത്തിൻ്റെ പദ്ധതികൾ തറക്കണം അവന്. ക്രിസ്തുവിനെ അന്ന് മരുഭൂമിയിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ട് അവൻ ലോകത്തിൻ്റെ അധിപതിയുടെ സർവ്വാധിപത്യവും ആത്മീയ ലോകത്തിൻ്റെ അധികാരിയുമായി അവന് മാറണം. അപ്പോൾ ലോകത്തിൻ്റെ അധികാരിയായിരിക്കുന്ന ലൗകിക ലോകത്തിൻ്റെ ദൈവമായ പിശാച് ദൈവവചനം എടുത്തുകൊണ്ട് ക്രിസ്തുവുമായിട്ട് ഒരു പോരാട്ടമാണ് അവിടെ. അതായത് ഒരു മനുഷ്യനുമായിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അവൻ ദൈവവചനം കൊണ്ടാണ് ആദ്യം ശരീരത്തെ കയറിപ്പിടിച്ചു. അപ്പോൾ ദൈവവചനം കൊണ്ട് ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നവൻ അവനെ മാറ്റിയത്. രണ്ടാമത് മനസ്സിനെ കയറി പിടിച്ചു. പരീക്ഷണമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണത്തിൽ കൂടെ അവൻ താർക്കാൻ വേണ്ടി നോക്കി. അതായത് നീ ഇത് ചെയ്യാൻ പറഞ്ഞു, അത് മലയുടെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി പറഞ്ഞ് ലോകത്തെല്ലാം കാണിക്കും, ലോകത്തിൻ്റെ സർവ്വതും കാണിച്ചു, ഇതിൻ്റെ സകലത്തിൻ്റെയും അധികാരി ഞാനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചാടിക്കഴിഞ്ഞാൽ മാലാഖമാർ കൊത്തു. അപ്പോഴും ദൈവവചനം കൊണ്ട് അവൻ പറയുമ്പോൾ ദൈവവചനം കൊണ്ട് ഈശോ അവൻ്റെ ആക്രമണത്തെ എതിർക്കുകയാണ്, തകർക്കുകയാണ്. മൂന്നാമത് പറയുമ്പോഴാണ് എൻ്റെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ആത്മാവിനെ കയറി പിടിക്കുകയാണ്.
അതായത് ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത് സർവ്വലോകത്തിൻ്റെ, ലൗകിക ലോകത്തിൻ്റെ, ജഡിക ലോകത്തിൻ്റെ മുകളിൽ ആധിപത്യമായിട്ട് തന്നെ തകർക്കുവാനും നിഷ്കാസം ചെയ്യുവാനും മനുഷ്യനെ തൻ്റെ പുത്രത്വത്തിലേക്ക് തിരിച്ചു വിളിക്കുക. അതായത് ആദ്യ പാപത്തിൽ പിശാചിൻ്റെ കുടിലന്തത്തിൽ അടിമയായി പോയിരിക്കുന്ന മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയും രക്ഷയും കൊടുക്കുവാനും വേണ്ടിയിട്ടും ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ക്രിസ്തുവിനെ ആത്മീയമായി തകർക്കാൻ സാത്താൻ ചെയ്യുന്ന കെണിയാണ് അടുത്തത്. അവൻ ഈശോയോട് പറയുകയാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ അധികാരി, സർവ്വതും ഈ കാണുന്ന സത്തും സമ്പത്തും എല്ലാം എൻ്റേതാണ്. നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾക്ക് വിട്ടുതരാം. അപ്പോൾ അതെല്ലാം വിട്ട് പരാജയപ്പെട്ട് ഞാൻ പോയിക്കൊള്ളാം, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാം. അതായത് സാത്താന് കിട്ടുന്ന ആരാധനയെ, എൻ്റെ ആ അഭിനിവേശം അവനിൽ കുടികൊണ്ടിരിക്കുന്നത് അവൻ പ്രകടമാക്കുകയാണ്. അവൻ വചനം കൊണ്ട് തന്നെയാണ് അവൻ ആക്രമിക്കുന്നത്. ഈശോ പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോകുക. കാരണം ഈശോയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ മുഴുവൻ പരാജയപ്പെട്ടു, മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. അവൻ എന്നും ആത്മീയമായ സാത്താൻ്റെ അടിമത്തിൽ തന്നെ കിടക്കും. ആത്മീയമായ അടിമത്തിൽ നിന്ന് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവന് എന്ത് വേണം? അവന് വിജയിക്കണമെങ്കിൽ ക്രിസ്തു അത് വീണ്ടെടുക്കണം. അതാണ് രക്ഷകൻ, മിശിഹ എന്ന് പറയുന്ന അർത്ഥം. ക്രിസ്തു എന്ന രക്ഷകൻ വരുന്നത്, അതായത് ആത്മീയമായ അടിമത്തത്തിൽ നിന്നും പുത്രത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക്, ആഭാപിതാപുത്രത്വത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചു വരുത്തുന്ന സംഭവമാണത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാച് സർവ്വസമ്പത്തും നമുക്ക് നൽകും. എപ്പോൾ? അവനെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, അവനുമായിട്ടൊരു ഉടമ്പടി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നൽകുമെന്ന് ഇവർക്കറിയാം. അതാണ് മാസനിക് സൊസൈറ്റിക്കൂടെ സംഭവിക്കുന്നത്. സാത്താൻ വർഷിപ്പുകളൊക്കെ ചെയ്യുന്നതും ഇവർ വെറുതെയൊന്നുമല്ല, സകല സമ്പത്തും അവരിലേക്ക് വരുവാനും സമ്പത്തിനെ ആകർഷിക്കാനും സാത്താൻ കൊണ്ട് കൊടുക്കുന്ന സമ്പത്ത് നേടിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതവർ ബോധപൂർവം ചെയ്യുന്ന ആത്മീയമായ സാത്താനിലേക്ക്, ഒരു അടിമത്തത്തിലേക്ക് വരും. അവർ പിശാചിനെ വിളിക്കുന്ന പിതാവ് എന്ന് വിളിക്കുക, ബ്രദർഹുഡ് ആണ്ടാണ്, സഹോദരൻ എന്നാണ് അവർ പരസ്പരം അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവർ ഈ മാസിംഗ് സൊസൈറ്റി പോകാനുള്ള കാരണം. ഈ സാമ്പത്തികമായി ഈ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം നോക്കിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് പഠിത്തം കിട്ടി. മൂപ്പരതിന് ശേഷം ബിഷപ്പും അത് മാധ്യമ പത്രത്തിൽ ഈ ഗോസ്തി കൊണ്ടതിനെ കുറിച്ചുള്ള വാർത്തയായിട്ട് മാധ്യമ പത്രത്തിൽ ശ്രദ്ധിക്കണം. ജമാഅത്തെ ഇസ്ലാമിൻ്റെ കീഴിലുള്ള മാധ്യമ പത്രത്തിലാണ് ഈ വാർത്ത രണ്ടു വാർത്തകളായിട്ട് വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന അടിച്ചുകൊണ്ട് പോകുന്നതിനും കുർബാന മോഷ്ടിക്കുന്ന സാത്താൻ വർഷിപ്പ് നടത്തുന്നതിനെ കുറിച്ച് വാർത്ത വരുന്നത്. പിന്നെയാണ് അത് ദീപികയൊക്കെ ഏറ്റെടുത്ത് ആ വാർത്ത കാലഘട്ടത്തിൽ വന്നേക്കുള്ളൂ. എന്നിട്ടും അദ്ദേഹം അത് മെത്രാനുമായിട്ട് സംസാരിച്ചു, ഇന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ മെത്രാന് അത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം ഇതേ സംഭവത്തിന് വെച്ചിട്ട് ഷാലോമിൽ ഈ ഒരു വാർത്ത, അതായത് സാത്താൻ കുമ്പിട്ട് ആരാധിക്കുന്ന പറഞ്ഞ ആ സംഭവം പിതാവ് ഷാലോമിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഷാലോമിൽ വന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അത് ഷാലോമിൽ വാർത്തയായി വന്നു. പക്ഷെ അവിടെ ഒരു ഫ്രീമേസൺസിൻ്റെ സൊസൈറ്റി ഇത് സാത്താൻ വർഷിപ്പ് ചെയ്യുമ്പോൾ അവരുടെ പണം നമ്മൾ സ്വീകരിക്കാതിരിക്കേണ്ടേ എന്നൊരു ചോദ്യം വന്നപ്പോൾ അത് പറ്റത്തില്ല, അതിനെക്കുറിച്ച് ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് എഴുതണ്ട എന്നുള്ളൊരു ആജ്ഞയാണ് ലേഖന് കിട്ടിയത്. അതുകൊണ്ട് പിശാചിനെ ആരാധിക്കുന്നവരുടെ പണം നമ്മൾ വാങ്ങില്ല എന്നൊരു എഴുതണ്ട, അവരെ ചെയ്യുന്നവരുടെ പണം നമ്മൾ വാങ്ങാം എന്നൊരു സ്ഥലം അവിടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഈ പിശാചിൻ്റെ അതായത് പിശാചിനെ വർഷിപ്പിക്കാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയാണ് പോകുന്നത്. അവന് ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും ആധിപത്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഒരു ക്രൈസ്തവ ദേവാലയമോ ക്രൈസ്തവരോ അതുകൊണ്ട് ചെയ്യേണ്ടതല്ല. ഒരു പള്ളി പോലും അതിന് പണിയാൻ പാടില്ല. പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ബോധ്യമില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ളൊരു പണം നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടും അത് തടയാനോ അല്ലെങ്കിൽ അതങ്ങനെ എഴുതരുതെന്ന് പറയുവാനുള്ള ചങ്കൂറ്റമോ ധൈര്യമോ വിശ്വാസമോ അതിനുള്ള ധാർമ്മിക ബോധമോ നമുക്കില്ലാത്തത് കൊണ്ട് ഇന്നും ഒത്തിരി ദേവാലയങ്ങൾ പണിയപ്പെടുന്നതും ഇങ്ങനെയുള്ള അശുദ്ധിയുടെയും പൈശാചികതയുടെയും സമ്പത്ത് കൊണ്ടാണ്. അപ്പോൾ അവിടെ സംഭവിക്കാൻ എന്താണ്? ഈ പിശാചുമായി ഉടമ്പടി വെച്ച് പിശാചിൻ്റെ സമ്പത്ത് കൊണ്ട് നമ്മൾ ദേവാലയങ്ങൾ പണിയുകയോ അല്ലെങ്കിൽ പിശാചുമായി ഉടമ്പടി വെച്ച് നമ്മൾ ഭവനങ്ങൾ പണിയുകയോ അശുദ്ധി അധാർമിക മാർഗത്തിൽ ചെയ്യുമ്പോഴോ ഇതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ, ബാബിലോൺ കൊട്ടാരം പോലെ അടിഞ്ഞു തകരുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ ആത്മീയതയുടെ തലം നഷ്ടപ്പെടുമ്പോഴും അശുദ്ധിയുടെ പണം അവിടെ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഏത് അശുദ്ധിയുടെ പണം നമുക്ക് സ്വീകരിക്കാം, പക്ഷെ സാത്താനിക് വർഷിപ്പിനെ അത് സ്വീകരിക്കാൻ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അവൻ്റെ അതായത് ഒത്തിരി പേരെ കൊള്ളയടിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ ഒരു കുറച്ച് ഭാഗം കൊണ്ട് പൈസ കൊണ്ട് ഞാൻ തോന്നിയാസം മുഴുവൻ ചെയ്തിട്ട് ആ തോന്നിയ പൈസയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് കർത്താവിന് ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ ഇടുന്ന സമ്പത്തുമുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് പിശാചിനെ വർഷിപ്പ് ചെയ്തിട്ട് പിശാചിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ട് ആ സമ്പത്ത് ഒരു ദേവാലയം പണിയാൻ വേണ്ടി ബോധപൂർവ്വം നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ പിശാചിന് ആ ദേവാലയത്തിൻ്റെ മുകളിൽ, ആ ദേവാലയ ജനത്തിൻ്റെ മുകളിൽ അവനും ഒരു ഷെയറുണ്ട്. മനസ്സിലാക്കണം.
ആ ഷെയറിൻ്റെ മുകളിൽ അവൻ അവകാശം ഉന്നയിക്കും. അവൻ ദൈവമായിട്ടുള്ള പോരാട്ടത്തിൽ അവൻ അവകാശം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാക്കളുമുള്ള അവകാശമുണ്ട്, ആ ദേവാലയത്തിനുമുള്ള അവകാശമുണ്ട്. അത് ബാബിലോൺ കൊട്ടാരം പോലെ അത് പോയി പോകും. ഇന്ന് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പല ദേവാലയങ്ങളും വിറ്റഴിക്കപ്പെടുന്നതിന് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അനേകം കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. ദൈവത്തിൻ്റെ സമ്പത്തിനേക്കാൾ സാത്താൻ്റെ സമ്പത്ത് തന്നെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. ദേവാലയം പണിതിട്ടുമുണ്ട്. ആ ദേവാലയങ്ങളൊക്കെ വിറ്റഴിക്കപ്പെടുകയോ അത് വേശ്യാലയങ്ങളും ബാറുകളും നരകത്തിൻ്റെ ആ നാരികയുമായി തറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ജെറൂസലേം ദേവാലയം. ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നൊരു കാര്യമാണ്. ജെറൂസലേം ദേവാലയത്തിന് തകർക്കപ്പെട്ട ആ തകർപ്പലിന് മുകളിൽ നിന്ന് പണിതുയർത്തപ്പെട്ടതാണ് ഫ്രീമേസൺസ് എന്ന് പറയുന്ന ടെമ്പിൾ. മനസ്സിലാക്കണം. അത് അവരാരാധിക്കുന്ന സംഗതിയും അതിൽ നിന്ന് മുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ തകർക്കപ്പെട്ട ദേവാലയമാണ് ലക്ഷ്യം. അപ്പോൾ സാത്താൻ്റെ പണം കൊണ്ട് തകർക്കപ്പെടുന്നത് അശുദ്ധിയോട് പോകുമ്പോൾ ആ കല്ലുമ്മേ കല്ല് ശിക്ഷിക്കാതെ തകർക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞു തന്നു. അങ്ങനെയാണ് ദേവാലയം ദാവീദിൻ്റെ അത് ചരിത്രം. അപ്പം അങ്ങനെ പോകുന്ന കാര്യം. അപ്പോൾ അതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. തകർക്കപ്പെടും സകലതും. എപ്പോൾ? അത് അശുദ്ധിയോട് വരുമ്പോൾ. കല്ലുമ്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അശുദ്ധിയോട് പണിതെടുക്കുന്നത് തകർക്കപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഒരു കുടുംബങ്ങളിൽ മാത്രമല്ല, പള്ളികളിൽ മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭയിലും സംഭവിക്കാൻ പോകുന്നതാണ്. ഫ്രീമേസൺസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. അവർ കല്ലുമ്മേൽ കല്ല് ശേഷിക്കാതെ അവശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ആധിപത്യം എടുക്കുന്നതാണ്. എന്നാൽ ക്രൈസ്തവരായിരിക്കും നമ്മൾ ദൈവത്തിനോട് ചേർന്ന് ദൈവിക സമ്പത്ത് കൊണ്ട്, അതിൻ്റെ വിശദീകരിക്കപ്പെട്ട സമ്പത്ത് കൊണ്ട്, ശുദ്ധമായ സമ്പത്ത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് അശുദ്ധമായി ചെയ്യുന്നത് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവരായിരിക്കും നമ്മൾ അയോശുദ്ധിയോടുകൂടിയും പടുത്തു കൂട്ടുന്നതൊക്കെ തകർക്കപ്പെടുകയും അത് അശുദ്ധിയുള്ള ജനത്തിൻ്റെ അടുത്തേക്കോ സാത്താൻ്റെ അടുത്തേക്കോ സാത്താൻ വർഷിപ്പിലേക്കോ ചെന്ന് ചേർപ്പെടും. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ പലതും നമ്മളിൽ നിന്ന് അകറ്റപ്പെടുന്നതും കുടുംബങ്ങൾ പലതും തകരുന്നതും. ക്രൈസ്തവരുടെ സമ്പത്തും സ്ഥലങ്ങളും എല്ലാം തന്നെ ഇന്ന് മുസ്ലിം വിഭാഗത്തിനിടയ്ക്ക് എത്തപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് ചില സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതി. ചില സ്ഥലങ്ങളിൽ ക്രൈസ്തവർ മാത്രമുണ്ടായ ദേശങ്ങളിൽ 90% സ്ഥലങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ദേവാലയങ്ങളും ഒക്കെ കേരളത്തിലെയൊക്കെ ദേവാലയങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളിൽ ചെന്നപ്പെടും. അപ്പോൾ തിന്മയുടേതായ ഒരു സ്ഥലത്തിലേക്ക് അശുദ്ധിയോടെ അടുക്കുള്ളൂ. അശുദ്ധമായ സമ്പത്തും അശുദ്ധമായ കാര്യങ്ങളും ഒന്നും ക്രൈസ്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതുമായിട്ട് ഉടമ്പടി വയ്ക്കുന്ന ഒരു തലം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം വരുന്നത്. അപ്പോൾ ഇത് ഫ്രീമേസൺസുമായിട്ട് സാത്താനുമായി ഉടമ്പടി എന്ന് പറഞ്ഞ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് അവർക്ക് ലോകത്തിൻ്റെ സമ്പത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരെ അനുഗ്രഹിക്കുന്നത് സാത്താനാണ്. അതുപോലെ തന്നെ നമ്മൾ അത്രയത്തോളം അറിയത്തില്ല ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അയോഗ്യതയോടുകൂടി അശുദ്ധിയോടുകൂടി തിന്മയോടുകൂടി നമ്മൾ പല തകർച്ചയ്ക്കും അപമാനത്തിനും ഒക്കെ ചെയ്ത് ചതിയും വഞ്ചനയും കുടിലതയും ഒക്കെ കാണിച്ച് കൗശലം കാണിച്ച് തന്ത്രപൂർവ്വം നമ്മൾ സ്വത്ത് നേടിയെടുത്തൊക്കെ പോകുമ്പോഴും എനിക്ക് തകർച്ചയ്ക്ക് പകരം എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും സഹോദരരോട് പോലും പടവെട്ടിയിട്ട് സഹോദരർക്ക് ദൂഷ്യം ചെയ്തിട്ടും ചതി ചെയ്തിട്ടും എനിക്ക് സമ്പത്തുണ്ടല്ലോ, ദൈവം എന്നെ നയിക്കുന്നുണ്ടല്ലോ, ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് ചിന്തിക്കുക. പക്ഷേ അവിടെ സാത്താൻ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. അധാർമികമായ സമ്പത്ത് കൊണ്ട് നമ്മൾ നെട്ടിപ്പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് സാത്താനുമായിട്ട് ഉടമ്പടിയാണ്. അവൻ്റെ ദൈവം സാത്താനാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സാത്താൻ ദൈവമായി കഴിയുമ്പോൾ സാത്താൻ നയിക്കും. അവൻ ബൈബിളിലൂടെ സംസാരിക്കും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവൻ ഒറ്റ ഉടമ്പടിയുള്ളൂ, നിൻ്റെ ആത്മാവിനെ നമുക്ക് വേണം. നമ്മളോട് ഓരോരുത്തരും ചോദിക്കുന്നത് നിൻ്റെ ആത്മാവിനെയാണ് എനിക്ക് വേണ്ടത്, നിൻ്റെ സ്വത്തുകൾ ഞാൻ നിനക്ക് ഇഷ്ടം പോലെ തരും. അപ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ലോ, ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് സാമ്പത്തിക സ്ഥിതി ഉണ്ട്. മനസ്സിലാക്കും. അങ്ങനെ വെട്ടിപ്പിടിച്ച് നമ്മൾ പോകും. അങ്ങനെയാണ് ഈ സാത്താൻ ഈ ലോകത്തിലെ നമ്മൾ ഒത്തിരി പേരെ വഞ്ചിക്കുന്നത്, ധനവാന്മാരെ വഞ്ചിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പാടിയത്, ദൈവമേ അങ്ങയെ മറക്കാൻ തക്ക വിധം എനിക്ക് ദാരിദ്ര്യം നൽകരുതേ, അങ്ങയെ മറക്കാൻ തക്ക വിധം എനിക്ക് സമ്പത്ത് നൽകരുതേ. അതായത് ദൈവത്തെ മറക്കാൻ മാത്രം സമ്പത്ത് നൽകുകയും ചെയ്യരുതേ, ദൈവത്തെ വെറുക്കാൻ മാത്രം ദാരിദ്ര്യം എനിക്ക് നൽകുകയും ചെയ്യരുതേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉറവിടം അവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ദൈവത്തെ മറക്കാൻ തക്കത്തുള്ള സമ്പത്തുകൾ ഇന്ന് പലർക്കും വരികയാണ്. ദൈവത്തെ മറക്കാമെന്ന് പറഞ്ഞാൽ അധാർമികമായി ചെയ്യുമ്പോൾ ദൈവത്തെ മറന്ന് സാത്താനെ കൂട്ടുപിടി ദൈവമാണെന്ന് വെച്ചാൽ സാത്താനെ കൂട്ടുപിടിക്കുകയും ചെയ്യുമ്പോഴും അവൻ ദൈവത്തെ മറന്നു പോകുന്നവനാണ്.
അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നു കഴിയുമ്പോൾ, അതീവ ദാരിദ്ര്യം വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുമ്പോഴും അവൻ ദൈവത്തെ വെറുക്കാൻ വരെ കാരണമാകുന്ന ഒരു തലമുണ്ട്. ദൈവം എന്തിനോട് ഇത് ചെയ്തു? അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് അനുവദിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദരിദ്രർ ദൈവത്തെ മറക്കാത്ത രീതിയിൽ അവൻ സമ്പത്തിനെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ, തെറ്റുകൾ വരുമ്പോഴൊക്കെ അനീതി നടക്കുമ്പോൾ അനീതിക്കെതിരെ നമുക്ക് പോരാടാം. പക്ഷെ സാമ്പത്തികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആകരുത്. അതാണ് ദരിദ്രൻ മനസ്സിലാക്കേണ്ടത്. ദാരിദ്ര്യമുള്ളവനും വിഷമത്തിൻ്റെ കൂടെ അവൻ ഓടുന്നുണ്ടെങ്കിലും, അവൻ എങ്ങനത്തെ ദാരിദ്ര്യത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും അവൻ ചെയ്യുന്ന നീതിക്ക് വേണ്ടി അവന് പോരാടാം, നീതിക്ക് വേണ്ടി ശബ്ദിക്കാം. അനീതി വരുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യത്തിൽ അവന് ശബ്ദിക്കാം, പറയാം, ഒക്കെ ചെയ്യാം. അത് നീതി ധർമ്മത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ആർത്തിയുടെ സംഗതിയോ അധാർമികമായ സംഗതിയോ നേടിയെടുക്കുക എന്നുള്ളതല്ല. നീതിയുടെ സ്വരം അവന് വരാൻ പറ്റും. എന്നാൽ ധനവാൻ സംഗതിയിൽ വരുമ്പോൾ അവൻ ചിന്തിക്കേണ്ടത് അവൻ പങ്കുവെച്ചു കൊടുക്കുക തലമാണ് മനസ്സിലാക്കേണ്ടത്. പങ്കുവെച്ചു കൊടുക്കാതെയൊന്നും അവന് നേടാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു ചതിയോ വഞ്ചനയോ ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരുത്തനെ കൊന്നു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് മൊത്തം അപമാനം വരുത്തിക്കൊണ്ട് അവൻ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. അതിനുശേഷം അവൻ ഒരു കുമ്പസാരി പ്രാർത്ഥിച്ച് അവൻ ഇവൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പം കുമ്പസാരിക്കും. അപ്പോൾ തെറ്റാൻ തോന്നിക്കൊണ്ട് ഒരു കുറ്റബോധം തോന്നുള്ളൂ, ചിലപ്പോൾ അനുതാപം തോന്നിയിട്ടുണ്ടാകും, കുമ്പസാരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായ മാനസാന്തരം ഉണ്ടാകില്ല. അപ്പോൾ അടിസ്ഥാനപരമായ മാനസാന്തരം ഇല്ലാത്തതുകൊണ്ട് ആ പാപം മൂലം വന്നു പോയിരിക്കുന്ന കടങ്ങളും അതുകൊണ്ട് ദൂഷ്യം അനുഭവിച്ച ഒത്തിരി പേരുണ്ടാവും. ഇതിനെയാണ് പാപവും പാപത്തിൻ്റെ കടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പാപം മോചിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ അനുതാപം ഉണ്ടെങ്കിൽ മാത്രമേ പാപം മോചിക്കപ്പെടുള്ളൂ. അപ്പോൾ ഒരു കുമ്പസാരക്കാരൻ്റെ അടുത്ത് വന്നിട്ട് കുമ്പസാരിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥ അനുതാപം ഉണ്ടെങ്കിൽ മാത്രമേ പാപം മോചിക്കപ്പെടുള്ളൂ, അല്ലെങ്കിൽ പാപം മോചിക്കപ്പെടില്ല. ആ പാപം അവിടെ കിടക്കും. പിന്നെ പാപവുമായിട്ട് പോകുമ്പോൾ അവൻ പാപവുമായിട്ട് ഉടമ്പടി വെച്ച് കഴിഞ്ഞു. പക്ഷേ അവന് യഥാർത്ഥ അനുതാപം ഉണ്ടെങ്കിൽ അവൻ പരിഹാരം ചെയ്യും. അവൻ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ പങ്കുവെച്ചു കൊടുക്കാൻ തയ്യാറാവും. അവൻ കാരണം ആരൊക്കെ ഈ ലോകത്ത് വിഷമം അനുഭവിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ ജീവിതത്തിന് തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അവൻ്റെ പ്രവർത്തികൾ കൊണ്ട് ദൂഷ്യം കൊണ്ട് എത്രത്തോളം പേര് എന്തൊക്കെ രീതിയിൽ തകർച്ച അനുഭവപ്പെട്ടിട്ടുണ്ടോ, കുടുംബജീവിതങ്ങളിൽ കടന്നു വരുന്നുണ്ടോ, കുടുംബജീവിതത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, ഭയാശങ്കയിൽ വസിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടി പലരും ബലിയാടാകാൻ വേണ്ടി വന്നിട്ടുണ്ടോ, പലരും തകർച്ചയിലേക്ക് വന്നിട്ടുണ്ടോ, പലരും വേദനിച്ചിട്ടുണ്ടോ. ഇതിനൊക്കെ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കൊടുത്താലും പരിഹാരം പറ്റാത്ത രീതിയിലുള്ള പരിഹാരം ചെയ്യൽ പ്രവർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പോകാതിരിക്കും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പങ്കുവെക്കലിലൂടെ മാത്രമേ ദൈവസാദൃശ്യത്തിലേക്ക് വരികയും വളരുകയും ചെയ്യത്തുള്ളൂ. ആത്മാവിനെ ബന്ധനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യത്തുള്ളൂ. പാപവും പാപത്തിൻ്റെ കട്ടങ്ങളും മോചിക്കപ്പെടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം ഉണ്ടായതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പങ്കുവെച്ചു കൊടുക്കലിൻ്റെ ലക്ഷണമായിരിക്കും. അവന് പരിഹാരം ചെയ്യുന്ന ലക്ഷണമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അതാണ് ജീവൻ്റെ വഴിയെ വന്ന കടം ജീവൻ്റെ വഴിയെ വീടണം എന്ന ഒരു സന്ദേശം പണ്ടൊരു വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേർക്ക് മാനസാന്തരം വരികയും അവരനുസരിച്ച് പ്രസവം നിർത്തിയവർ വരെ പ്രസവം റീകണലൈസ് ചെയ്ത് വരികയും ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. അതിലെ ഒത്തിരി കാര്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവൻ്റെ വഴി വന്ന കടം ജീവൻ്റെ വഴി, കടങ്ങൾ വീട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി പേര് പാപത്തേക്കാൾ കൂടുതൽ പാപത്തെക്കുറിച്ച് ബോധയോടായിരിക്കും. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ തീർന്നു വിചാരിക്കും. പക്ഷെ യഥാർത്ഥ കുമ്പസാരത്തിൽ അനുതാപം വന്നു കഴിയുമ്പോൾ അവന് പാപത്തിൻ്റെ കടങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ആ പാപത്തിൻ്റെ കടങ്ങളെ വീട്ടണം. അപ്പോൾ എനിക്ക് ഈ ലോകത്ത് ഒത്തിരി കടങ്ങളുണ്ടാകും. നമ്മൾ സാമ്പത്തിൻ്റെ കടങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. സമ്പത്തിൻ്റെ കടങ്ങളെക്കാൾ കൂടുതൽ നമ്മളുണ്ടായിരിക്കുന്ന നമ്മുടെ തെറ്റുകൾ കൊണ്ട് വന്നു പോയിരിക്കുന്ന പാപത്തിൻ്റെ കടങ്ങളായിരിക്കും നമുക്കുണ്ടാകുക. ഈ കടങ്ങളെ നമ്മൾ കടത്തിലെടുത്തുള്ളൂ. അതൊരു കടന്ന് പറഞ്ഞൊരു വലിയ ബാധ്യതയാണ്, നമ്മുടെ ആത്മാവിൻ്റെ മുകളിലുള്ള ബാധ്യതയാണ്. ഈ ബാധ്യത തീർക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കില്ല. കാരണം യഥാർത്ഥ അനുതാപമോ യഥാർത്ഥ മാനസാന്തരവും ഉണ്ടാകാതെ അവർക്ക് എന്ത് സംഭവിക്കില്ല, ഈ കടങ്ങൾ വീട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ മാനസാന്തരം വന്ന ഒത്തിരി മദ്യഷാപ്പ് നടത്തിയവരൊക്കെ മദ്യവിൽപ്പന നിർത്തി. കാരണം എന്താണ്, അതിനുള്ള വരുമാനം വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ആ വരുമാനം കൊണ്ട് ആ വരുമാനത്തിന് വേണ്ടി ഇപ്പോൾ ഒത്തിരി പേര് തകർന്ന കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിച്ചവർ ആ കുടുംബങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ അവർ ഇറങ്ങി. അങ്ങനെ അവർ ആ കടം വീട്ടാൻ വേണ്ടി, അതായത് ആത്മാവിനുണ്ടായ ഒരു കടമുണ്ട്, അവൻ്റെ മദ്യം വിതരണം കൊണ്ട് ഒത്തിരി പേരുടെ കുടുംബങ്ങൾ തകർന്നതുകൊണ്ട് അതിനെ പ്രതി എത്ര കുടുംബങ്ങൾ നശിച്ചു, എത്ര പേര് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ട് എത്ര തകർച്ച സമൂഹത്തിലുണ്ടായി. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അവൻ ചെയ്ത പാപത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കുകയും അവൻ പിന്നെ കാലുവെന്ത പട്ടിയെപ്പോലെ ഓടി
അവർ ഒത്തിരി പേർക്ക് നന്മ ചെയ്യുകയും സേവനം ചെയ്യുമ്പോൾ അവൻ്റെ കടങ്ങളിൽ പുറത്തു കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ കുർബാനയിൽ അവൻ ചെന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാനയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ യഥാർത്ഥ അനുതാപവും യഥാർത്ഥമായ കടങ്ങൾക്ക് പ്രതിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സമർപ്പിച്ചുകൊണ്ട് കുർബാന കൂടുമ്പോഴാണ് അവന് പാപത്തിൻ്റെ കടങ്ങളും ഈ പൊറുതിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ കടങ്ങൾക്ക് പൊറുതി കിട്ടുക. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളിലെ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഈ പിശാചിൻ്റെ ഉടമ്പടി ലംഘിച്ചുകൊണ്ട്, ഈ പിശാചുമായിട്ടുള്ള ഉടമ്പടിയെ തകർത്തുകൊണ്ട് ദൈവമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ, നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രീ മേസൺസിലായി പോയി പെടുന്ന സാധാരണമായി ഉടമ്പടി ഡയറക്റ്റായി വെച്ച് പോയ പോലെ തന്നെ ക്രൈസ്തവർ ഒത്തിരി പേരും പിശാചുമായി ഇൻഡയറക്റ്റായിട്ട്, അതായത് പരോക്ഷമായിട്ടും ഇങ്ങനെ ഒരു ആത്മീയ ഉടമ്പടി വെച്ചിട്ടാണ് ഇന്ന് ഈ ലോകത്ത് ഈ സമ്പത്തുകൾ നേടിക്കൂട്ടുക. ലോകത്തിൻ്റെ സമ്പത്തുകൾ നേടിക്കൂട്ടുമ്പോൾ അതിനുവേണ്ടി ആർത്തിയോടുകൂടി, സ്വാർത്ഥതയോടുകൂടി, സഹോദരരെ മറന്നുകൊണ്ട്, സകലരെയും മറന്നുകൊണ്ട് വെട്ടിപ്പിടിച്ചു പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ കൂടെയെന്ന് വിചാരിക്കും. അവൻ ബൈബിൾ എടുക്കും, ബൈബിളിൽ നിന്ന് പ്രത്യാശ സന്ദേശം കിട്ടിയിരിക്കും. ഇങ്ങനെയെല്ലാം നമ്മൾ കിട്ടി പോയിരിക്കും. പക്ഷേ യഥാർത്ഥം നമ്മുടെ ആത്മാവിൻ്റെ നാശമാണ് വരുന്നത്. അങ്ങനെ അർഹിക്കപ്പെടാത്ത പലരും നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിലപ്പോൾ സമ്പത്ത് നന്നായിട്ടുണ്ടാകാം, ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാം. എല്ലാം വരുമ്പോഴും നമുക്ക് ഒത്തിരി പീഡകൾ ഉണ്ടാകേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ തകർച്ച, നമ്മൾ ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അങ്ങനെ പീഡനങ്ങൾ ഏൽക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് നിത്യജീവന് അത് കാരണമായി മാറും. അങ്ങനെയാണ് ചിലർക്ക് സംഭവിച്ചാണ്. ചിലപ്പോൾ അർഹിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മൾക്ക് വന്നു ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന തകർച്ച കൊണ്ട് ഒത്തിരി ആത്മീയമായ തകർച്ച ഉണ്ടാകും. ഈ ആത്മീയമായ തകർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യക്തികൾക്ക് ശാരീരികമായ തളർച്ചകളോ രോഗങ്ങളോ പീഡകളോ കടന്നു വരും. അതിൽ നിന്ന് ഒത്തിരി സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിച്ച് ആത്മാവ് വിശദീകരിക്കപ്പെടും. അതായത് ശരീരത്തിൻ്റെ പീഡകൾ കൊണ്ട് ആത്മാവിൻ്റെ വിശദീകരണം ഉണ്ടാകും സംഭവിക്കുന്നത്. അതുകൊണ്ട് ചില വ്യക്തികൾ മരിക്കാതെ കിടക്കുന്ന കാണാം. മരിക്കാതെ കിടക്കുമ്പോൾ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അനർഹമായ അർഹിക്കപ്പെടാത്ത പല സമ്പത്തും ഇവരിലൂടെ ഒഴുകി ചികിത്സകൾക്കായിട്ട് ഒഴുകി പോകും. കുടുംബത്തിൻ്റെ സമ്പത്തുകളെല്ലാം ഊറ്റി വലിച്ചെടുത്ത് പോകുമ്പോൾ, അതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒത്തിരി അർഹിക്കപ്പെടാത്ത സാധനങ്ങൾ പോകും. പലരും രോഗികളും പീഡകളായി പോകുമ്പോൾ. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട്. അവിടെ ആത്മാവിൻ്റെ നേട്ടമാണ് വരുന്നത്. ആത്മാവ് രക്ഷ പ്രാപിക്കും. പക്ഷേ നമ്മുടെ സമ്പത്ത് പോകും, ശരീരത്തിൻ്റെ വേദന ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടാകാം. ചില കുടുംബങ്ങളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചില കുടുംബങ്ങളിൽ രോഗിയായിട്ട് മരിക്കാതെ കാണും. ചിലരത് പാപം ചെയ്തിട്ട് കിടക്കുന്ന ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആത്മാവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നാഥനായിരിക്കാം. അങ്ങനെ വരുന്ന സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ എനിക്ക് രോഗം വന്ന് ഞാനിവിടെ കിടക്കുകയാണ്, തകർന്നിറക്കാം, ചിലപ്പോൾ മരണം വരത്തില്ല, തളർന്ന് ചിലപ്പം കടന്നു വന്നു കഴിയുമ്പോഴും എനിക്ക് എൻ്റെ കുടുംബത്തിലോ എൻ്റെ മക്കൾക്കോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് കേൾക്കുന്ന പീഡകളായിട്ട് ഞാൻ ശരീരത്തിലേക്ക് കേൾക്കുകയും ആ പീഡകളോട് ഞാൻ സഹിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യേണ്ടി പോകും. ചില സംഗതിയിൽ കെട്ടിയിടുന്നുണ്ട്. ചിലർ പാപം ചെയ്തു പോകുമ്പോൾ കെട്ടിയിട്ട് കിടക്കുന്നുണ്ടാകാം. എൻ്റെ ആത്മാവ് ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റണം. ഇല്ലെങ്കിൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെങ്കിലും പോകാൻ പറ്റണം. പർഗേറ്ററി എന്ന് പറയും, അവിടെയെങ്കിലും പോകാൻ പറ്റണം. ആ പോകാൻ പറ്റണമെങ്കിലും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ കൂടി അങ്ങനെ പോകേണ്ടവരാണ്. അങ്ങനെ പോകാൻ പറ്റണമെങ്കിൽ ഞാൻ ചില പീഡകൾ ഞാൻ സ്വയം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി പീഡകൾ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ചില ജീവിതങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം അത് ഉണ്ടാകും. ചിലർക്ക് ദൈവത്തെ മറന്നു പോകുമ്പോൾ, ചിലർ ദൈവത്തിൻ്റെ കൂടെയാണ് വിചാരിക്കും, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ചില തിരിച്ചറിവുകളിലൂടെ തന്നെ രക്ഷയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ആകും. അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ചിലരിങ്ങനെ മരിക്കാതെ കിടക്കുമ്പോൾ അത് കടങ്ങളിൽ, അതായത് അവരുടെ പാപത്തിൻ്റെ കടങ്ങളും സത്യം പറഞ്ഞ പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് അവൻ്റെ ജീവിതത്തിലൂടെ അവൻ പങ്കുവെച്ച് കൊടുത്ത്, അതായത് സ്വന്തം ജീവിതത്തിൽ കൂടെ നമ്മൾ ചിലപ്പോൾ വലിയ ജോലികൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല നേട്ടങ്ങൾ കൊണ്ടായിരിക്കും, പല ബിസിനസ്സുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അനർഹമായ രീതിയിൽ കൂടെ നമ്മൾ നേടിയെടുത്തതായിരിക്കും നമുക്ക് സമ്പത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് പങ്കുവെച്ച് കൊടുക്കാൻ തയ്യാറാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ പീഡകൾ നമ്മൾ ശരീരത്തിലൂടെ ഏറ്റുവാങ്ങും. ചിലപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നൊരു സമയത്ത് നമ്മൾ അത് ഏറ്റുവാങ്ങി, അതായത് ദൈവം പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. ദൈവം പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് അതുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പിശാചുമായി ഉടമ്പടി വെച്ച് പോയി, എനിക്ക് ദൈവത്തെ വേണ്ട, ഞാൻ എല്ലാവരെയും മറന്നു, സഹോദരരെ മറന്നു, ദൈവത്തെ മറന്നു, എല്ലാവരും ദൈവത്തെ മറക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്ക് സഹോദരരൊക്കെ നമ്മൾ മറക്കും, നമ്മൾ ബന്ധങ്ങൾ മറക്കും, നമ്മുടെ എല്ലാവരെയും മറക്കും. അങ്ങനെ പോകുന്ന സമയങ്ങളിലാണ് നമ്മൾ അവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ സാധാരണമായിട്ട്
ഉടമ്പടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉടമ്പടി വെച്ച് പോകുമ്പോൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല, തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കാരണം അവൻ അന്ധകാരത്തിലാണ്. ദൈവം പ്രകാശവും സാത്താൻ അന്ധകാരവുമാണ്. അപ്പോൾ അന്ധകാരത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് തെറ്റാണ് തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണ്, അത് ദൈവത്തോടു കൂടി തന്നെയാണെന്ന് അവൻ എപ്പോഴും നമ്മളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സാത്താൻ തന്നെയായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കെണി. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു തലവുമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പാപവും പാപത്തിൻ്റെ ഘട്ടവും നമ്മളെ വിടാതെ നമ്മൾ നരകത്തിൽ പോവുക. അറ്റ്ലീസ്റ്റ് പർഗേറ്ററിയിൽ പോകണമെങ്കിൽ നമ്മൾ അവിടെയാണ് പാപവും പാപത്തിൻ്റെ കടങ്ങളെ പൊറുതിക്കും വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാനയിലെല്ലാം സമർപ്പിച്ച് നമ്മൾ ചെയ്യാതെ പോയി കുർബാന സമർപ്പിച്ച പാപവും പാപത്തിൻ്റെ കടങ്ങളും പൊറുതി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെയാണ് ദണ്ഡവിമോചനം. ഇതിൻ്റെ സമയത്ത് ദണ്ഡവിമോചനം എടുക്കാമെന്ന് പറയും. സഭയിൽ ദണ്ഡവിമോചനം നേടിയെടുക്കാനുള്ള സംഗതിയുണ്ട്. അപ്പോൾ ഈ പാപത്തിൻ്റെ കടങ്ങളൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് ദണ്ഡവിമോചനത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ പോയി ദണ്ഡവിമോചനം കിട്ടാനും പള്ളിയിൽ കുർബാന പോയി കൊടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം ചിലരുണ്ട് ഇതൊന്നും ചെയ്യാതെ അവൻ അതിന് പങ്കുവെച്ചു കൊടുക്കാൻ തയ്യാറില്ലാതെ അവൻ ദൈവസാദൃശ്യത്തിലേക്ക് ഉയരാൻ കഴിയാതെ എല്ലാം ചുളിവിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുർബാനയെ കൊണ്ട് പോയി നേടിയെടുത്തോളം വിചാരിച്ചു പോകും. നേടാൻ പറ്റത്തില്ല. കാരണം യഥാർത്ഥ അനുതാപമുണ്ടായി അവൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ അവന് മാനസാന്തരമുണ്ടായി അവൻ അതിന് യോജിച്ച പശ്ചാത്താപത്തിൽ നിന്ന് അവന് യോജിച്ച ഫലം പ്രകടിപ്പിക്കും. അതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ ഇത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഞാൻ അത് അടുത്തതിൽ ഞാൻ വിടാം. അല്ല, ഇത് തന്നെ പറയാം, കാരണം കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരാളെ കൊന്നു. ഞാൻ കൊന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ആ കൊലപാതകം കൊണ്ട് ആ വ്യക്തിൻ്റെ കുടുംബം തകർന്നു. ആ വ്യക്തിയുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കറക്റ്റായിട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ആ വ്യക്തിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളും ഭർത്താവിന് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന സുഖങ്ങളും അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന ദാമ്പത്യ ധർമ്മത്തിൻ്റെ മേഖലയിൽ ഒന്നും പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ ചെയ്തൊരു പാപത്തിൻ്റെ പരിണിത ഫലം ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി കുടുംബത്തിൻ്റെ നാശം വന്നു, ആ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം വന്നു. ഇതൊരു പാപത്തിൻ്റെ എല്ലാം വന്നു. ഞാൻ പാപവും പാപത്തിൻ്റെ കടവും അവിടെ കയറി വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ പള്ളിയിൽ പോയി ഞാൻ പോയി തെറ്റാന്ന് ധ്യാനവും കൂടി തെറ്റാന്ന് മനസ്സിലാക്കി ഞാൻ പോയി കുമ്പസാരിച്ചു കഴിഞ്ഞ് കരഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു വന്നിട്ട് ഞാൻ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നില്ല, ആ ഭാര്യയ്ക്ക് കിട്ടേണ്ട ഇതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുമ്പസാരിച്ച് നീതിമാനായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ പാപമോ പാപത്തിൻ്റെ കടമോ അവിടെ പുറത്തപ്പെട്ടിട്ടില്ല, പാപം പോലും മോചിക്കപ്പെട്ടില്ല. യഥാർത്ഥ അനുതാപം ഉണ്ടെങ്കിൽ ഞാനത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഞാൻ ആ വ്യക്തിൻ്റെ അടുത്ത് ചെന്ന് ആ ഭാര്യേൻ്റെ അടുത്ത് നിന്ന് മാപ്പ് ചോദിച്ച് അവരുടെ മക്കളുടെ അടുത്ത് മാപ്പ് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ സർവ്വസമ്പത്തും ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരുടെ പരിഹാരം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആ പരിഹാരം ചെയ്യുന്ന പ്രവർത്തിയിൽ യഥാർത്ഥ അനുതാപം ഉണ്ടാകത്തുള്ളൂ. ഇതിൽ യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ ചോദിച്ച റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പൂർത്തി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എൻ്റെ കടങ്ങൾക്ക് പൂർത്തി ഉണ്ടാകത്തുള്ളൂ. അത് എത്ര കൊടുത്താലും വീട്ടുന്നതല്ല. കാരണം ഞാൻ ചെയ്ത പാപം കൊണ്ട് അവർക്കുണ്ടായ ദൂഷ്യത്തിന് ഞാൻ തന്നെ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തിയില്ല, അവരെവിടെയെന്ന് പോലും അറിയത്തില്ലെങ്കിൽ, അതുപോലെ തന്നെയുള്ള കഷ്ടപ്പെടുന്ന വ്യക്തികളെ ഞാൻ പകരം സഹായിക്കുക എന്നതിലൂടെ മാത്രമേ എനിക്ക് ഈ പാപങ്ങളുടെ പുറത്തേക്കും കടങ്ങൾ കിട്ടത്തുള്ളൂ. ഞാൻ അതിനുപോലും ശ്രമിക്കാതെ, ഞാൻ കുർബാനയും കൂടി ഞാൻ അനുതാപത്തിൻ്റെ പൈസയും കൊടുത്ത് സഹായിക്കാതെ, ഞാൻ ദൈവസാദൃശ്യത്തിലേക്ക് ഉയരാതെ, ഞാൻ എന്നും പോയി കുർബാന കൂടിക്കൊണ്ട് കടങ്ങളുടെ പുറത്തേക്ക് കാഴ്ച വെച്ചിട്ട് എൻ്റെ ആത്മാവ് രക്ഷപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ അവൻ്റെ മനസ്സാണ്, അവൻ്റെ മനോഭാവമാണ്, അതായത് എൻ്റെ മനസ്സും എൻ്റെ മനോഭാവവും ഞാൻ ദൈവത്തോട് തിരിഞ്ഞ് എനിക്കിത് പറ്റിപ്പോയതാണ് ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ പരിഹാരം ചെയ്ത് ഇതേ സ്ഥലത്തുകൂടെ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സമ്പത്ത് ഞാൻ അവർക്ക് പങ്കുവെച്ചുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ, കുർബാന കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പാപങ്ങളുടെ പൊറുതിയും കടങ്ങളുടെ പൊറുതിയും കിട്ടത്തുള്ളൂ. എനിക്ക് ദണ്ഡവിമോചനം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല. ഇന്ന് ഒത്തിരി സഭയ്ക്കുള്ളിൽ നടക്കുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ പ്രബോധനങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് അതിനെ മാറ്റി അതിൻ്റെ യഥാർത്ഥ വശത്തിൻ്റെ തലങ്ങളിലേക്ക് ഞാൻ പറയുന്നത് കാര്യമാണത്. ഇത് ഞാൻ പല സന്ദർഭങ്ങളിലൂടെയും പല വ്യക്തികളുടെയും കുടുംബത്തിലൂടെ തന്നെ നടക്കുന്ന പല കാര്യങ്ങളുടെയും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവമാണ് എല്ലാം നമ്മൾ നയിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട. സാത്താൻ തന്നെ നമ്മളെ കെണികൾ ഒരുക്കി ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ സിംഹാസനത്തിൽ കയറി ഇരുന്നു കൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്.
അവൻ സാത്താൻ ബൈബിൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബൈബിളിനെടുത്തുകൊണ്ടാണ് അവൻ സാത്താനിക്ക് ബൈബിളാക്കി നമ്മളെ മുന്നിൽ അവൻ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പാപത്തിന് വേണ്ടി ഉള്ള ഒരു വചനങ്ങളെ ഞാൻ കൊണ്ടുവരും. എൻ്റെ പാപത്തിൽ ഞാൻ അടിയുറച്ചിരിക്കാൻ വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് വെള്ളയടിക്കുന്ന രീതിയിൽ അവൻ വചനങ്ങൾ നമുക്ക് എടുത്തു തരും. അങ്ങനെയാണ് നമ്മളെ അവൻ വഞ്ചിക്കുന്നത്. അവൻ പുതിയ തന്ത്രജ്ഞനാണ്. മരുഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനോട് വചനം പറഞ്ഞ പിശാചാണ് ഈ കാലഘട്ടത്തിൽ സഭകളിൽ ഒത്തിരി തലങ്ങളിൽ ഒത്തിരി മേഖലകളിൽ പലരിലൂടെയും സംസാരിക്കുന്നത്. ഈ സാത്താൻ ദൈവത്തിൻ്റെ വചനം എടുത്തിട്ടാണ്. സാത്താൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കൊള്ളയടിച്ചിട്ടാണ്. അവൻ ഡ്യൂപ്ലിക്കേറ്റായി നിന്നുകൊണ്ടാണ് അവൻ വഞ്ചിക്കുന്നത്. അവൻ ദൈവമായി മാറിയെന്നുകൊണ്ടാണ് വഞ്ചിക്കുന്നത്. കാരണം അവൻ ദൈവമായിട്ട് മാറിയെന്ന്, ദൈവമായിട്ട് അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും ആരാധന സ്വീകരിക്കുവാനും അവൻ്റെ ഉള്ള ഒരു തീക്ഷ്ണമായ ത്വരയുണ്ട് അവന്. അതാണ് മരുഭൂമിയിൽ ഈശോൻ്റെ മുന്നിൽ വെച്ച്, നീ നിനക്കിതെല്ലാം ഞാൻ വിട്ടുതരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി എന്ന് പറയാനുള്ള കാര്യം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യനും പുരാതന സർപ്പമായ സാത്താന് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ കൗശലവും തന്ത്രവും കുബുദ്ധിയും കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പലതും നെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ അപകടമാണ്. ഇതിനൊക്കെ നമുക്ക് കിട്ടുന്നത് ലോകത്തിലെ സമ്പത്തും സംഗതികളൊക്കെ കിട്ടും. കാരണം സാത്താനുമായി ആത്മീയ ഉടമ്പടി വെച്ചവർക്ക് ഭൂമിയിൽ ഒത്തിരി സമ്പത്തും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ എന്താ ചെയ്യുന്നത്? ആത്മാവിനെ അവൻ വേട്ടയാടിയിട്ടുണ്ട്. അവൻ ആത്മാവുമായിട്ട് ഉടമ്പടി വെച്ചിരിക്കുന്നത്. അവന് ഓരോ മനുഷ്യൻ്റെ ആത്മാവ് മതി. ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന് ഈശോ ചോദിച്ചത്. ശ്രദ്ധിക്കണം. ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനമെന്ന് ഈശോ സുവിശേഷത്തിലൂടെ ഈശോ ചോദിച്ച ചോദ്യമാണത്. ഇതാണ് ഇപ്പോൾ ഈശോ ഈ ലോകത്തിനിട്ട വില, ഈ ആത്മാവിനിട്ട വില എന്താണ്? ഈ ഓരോ മനുഷ്യാത്മാവിനിട്ട വില എന്ന് പറയുന്നത് ദൈവത്തോളം വിലയാണ്. നമ്മുടെ ഒരു സ്ഥലത്തിന് എന്തോരം വിലയുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ സകല സമ്പത്തിൻ്റെയും ആസ്തികൾ നമ്മൾ അളന്നു നോക്കി എന്തോരം വിലയുണ്ട്. അതിനേക്കാൾ വിലയാണ് ഈശോ ഓരോ മനുഷ്യൻ്റെ ആത്മാവിനിട്ട വില. ദൈവമിട്ട വിലയാണ്, ദൈവത്തോളം വിലയാണ്. അപ്പോൾ ആ ദൈവത്തിന് ഛായയിലും സാധു സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ദൈവം പ്രവർത്തിക്കുമ്പോൾ ആത്മാവിനെ നശിപ്പിക്കാൻ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ലോകത്തിൽ രണ്ട് ആത്മീയ പോരാട്ടങ്ങൾ. ആ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആത്മാവ് പോകുമോ, സാത്താൻ്റെ അടുത്തേക്ക് നമ്മുടെ ആത്മാവ് പോകുമോ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നമുക്ക് കിട്ടണമോ, നിത്യശിക്ഷ നമുക്ക് വേണമോ, നരകത്തിൽ പോകണോ, സ്വർഗത്തിൽ പോകുന്നോ? ഇത് വെറും ഒരു തിയറിയല്ല, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആത്മാവ് മരണശേഷം നേരിടാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അനീതിയോടുകൂടി വിതയ്ക്കുകയല്ല, അനീതി വിതച്ചാൽ അനീതിയെ കൊയ്യത്തുള്ളൂ. അപ്പോൾ അനീതി ഇവിടെ സംഭവിക്കുമ്പോൾ ആ നീതിമാൻ അനീതിക്കെതിരെ പോരാടേണ്ടവനാണ്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പരസ്യമായിട്ട്, ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പരസ്യമായിട്ട് ഇപ്പോൾ മാർപ്പാപ്പേൻ്റെ ഭാഗത്ത് വരെ നീതിക്കെതിരെയുള്ള കാര്യങ്ങൾ ഞാൻ വിമർശിക്കുന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അത് അഹങ്കാരത്തിൽ നിന്നോ വിദ്വേഷത്തിൽ നിന്നൊന്നുമല്ല, അത് തെറ്റായ കാര്യമാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ കെണികൾ പോലെ ഒത്തിരി കാര്യങ്ങളും സഭയിലും സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലേക്കും വരെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അജ്ഞരാണ് നമ്മൾ പലരും. അതുകൊണ്ട് നീതിക്ക് എതിരെ നമുക്ക് നീതിബോധം നീതി നഷ്ടപ്പെടുമ്പോഴാണ്, നമ്മൾ കെണികൾ ഒരുക്കുമ്പോഴാണ്, വഞ്ചനകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തകർച്ചകൾ കടന്നു വരും. ഉയർച്ചകളും വരും, തകർച്ചകളും വരും. ഉയർച്ചകൾ വരുന്ന ആർക്കാണ്? സാത്താനുമായി ഉടമ്പടി വെച്ച് പോകുമ്പോഴാർക്കാണ് ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റ് തകർച്ചകൾ ആർക്ക് വരുന്നത്? സാത്താനുമായി ഉടമ്പടി വയ്ക്കാതെ ദൈവവുമായിട്ട് ഉടമ്പടി വെച്ച് സ്വർഗ്ഗം ലക്ഷ്യം പ്രാപിച്ച് പോകുമ്പോഴാണ് അനീതി അവരെ വന്ന് വേട്ടയാടുന്നത് കാണാം. അനീതി കൊണ്ട് അവർ വേട്ടയാടും. അപ്പോൾ അനീതിയാണെന്ന് നമുക്ക് അറിയുമ്പോൾ അനീതിക്കെതിരെ ശക്തമായി നമുക്ക് പോരാടാൻ പറ്റും. അനീതിക്കെതിരെ നിലനിൽക്കാൻ പറ്റും. അനീതിയാണെങ്കിൽ അത് അനീതിയാണെന്ന് പറഞ്ഞ് ശക്തമായി അതിനെ ശാസിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അത് തെറ്റല്ല. അതിന് നമ്മൾ പ്രാർത്ഥനയുടെ മുഖംമൂടി, പ്രാർത്ഥനക്കാരനെന്നും എല്ലാം സഹിച്ച് കേട്ടിരുന്ന് എല്ലാം അറിഞ്ഞ് മൗനമായിരിക്കുന്നവനൊരു പ്രാർത്ഥനക്കാരൻ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കയ്യും കൂപ്പി എപ്പോഴും പള്ളിയിലും പോയിരുന്ന് ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ആത്മീയ ഷണ്ഡത്വം ഏറ്റെടുത്തിരിക്കുന്നവനാണ് പ്രാർത്ഥനക്കാരെന്നും കരിസ്മാറ്റിക്കാരെന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു. ഒത്തിരി പേര് അങ്ങനെ തന്നെയാണ്, ആത്മീയ ഷണ്ഡത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിലും പ്രതികരിക്കാനില്ല, എന്ത് പറഞ്ഞാലും ദൈവമേ സ്തുതി എന്ന് പറയും. ഒന്നിലും ഒരു കാര്യം, ഈ ലോകത്ത് എന്ത് അനീതി നടന്നാലും, എത്രയൊക്കെ തകർച്ച നടന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും അവനെ ബാധിക്കുന്നതല്ല, ഞാൻ എൻ്റെ കുടുംബവും സുരക്ഷിതമാണെന്ന് ചിന്തിച്ചു പോകുന്ന ഒത്തിരി ആത്മീയക്കാരും പ്രാർത്ഥനക്കാരുണ്ട്. അത് അവരും ശിക്ഷയ്ക്ക് അർഹരായവരാണ്. ഇവിടെ അനീതി നടക്കുമ്പോൾ അനീതിക്കെതിരെ പോരാടുന്ന നീതിമാന്മാരുണ്ടാകണം. അവനെ ചിലപ്പോൾ സമൂഹം മുഴുവൻ കല്ലെറിഞ്ഞെന്ന് വരും. പക്ഷെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടതുണ്ട്. ഞാൻ ചില സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ പ്രതികരണ കുറവ് കൊണ്ട് തന്നെ എൻ്റെ മറ്റൊരു സഹോദരന് ആത്മാവിൻ്റെ ഈ പാപം ചെയ്തുകൊണ്ടുള്ള ആത്മാവിൻ്റെ നാശത്തിന് ചിലപ്പോൾ കാരണമായി മാറും.
അപ്പോൾ ആ ആത്മാവിന് നാശം വരാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കേണ്ട ഒരു വിളി നമ്മുടെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതും താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്കുണ്ടായെന്നും വരാം. അവിടെ നമ്മളിപ്പോൾ നീതിക്ക് വേണ്ടി സ്വരം ഉയർത്തുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ നീതിയെ നമുക്ക് തിരിച്ചറിയാൻ ഒത്തിരി പണിയാണ്. ദൈവത്തിൻ്റെ നീതിയെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോട് കൂടെ നിൽക്കുകയും ദൈവത്തിൻ്റെ കൂടെ പണിയിച്ചപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അത് ജീവനോട് നിലകൊള്ളുമ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ. അവിടെയാണ് ചിലപ്പോൾ നമുക്ക് നീതിബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നീതിബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ക്രൈസ്തവ ലോകത്തിൻ്റെ സകല സമ്പത്തും ഇന്ന് മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ ചെന്നപ്പെടുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അശുദ്ധിയോടെ എടുക്കത്തുള്ളൂ, നീതിയോടെ എടുക്കത്തുള്ളൂ. അപ്പോൾ നീതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അശുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇത് അശുദ്ധമായ ഒരു ജനത്തിൻ്റെ ഇടയ്ക്ക്, അതായത് ദൈവത്തിൻ്റെ ജനത്തിൽ നിന്നും സാധാരണ ജനത്തിലേക്ക് ഈ അധാർമിക സമ്പത്തുകൾ മുഴുവൻ ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും. മനസ്സിലാക്കണം. കാരണം ദൈവത്തിൻ്റെ ജനത്തിൽ നിന്നാണ് സകലത് നഷ്ടപ്പെട്ടു. കാരണം ദൈവത്തിൻ്റെ ജനം ദൈവമായിട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അത് ബൈബിളിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം, തിരിച്ചറിവുള്ളവരായിരിക്കണം എന്ന ഒരു സത്യം പറയാൻ വേണ്ടി കൂടുതൽ പറയാനുണ്ട്. അതൊന്ന് ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം സാധാരണമായിട്ട് ആത്മീയ ഉടമ്പടി വെച്ചിട്ട് നമ്മൾ സമ്പത്തിന് വേണ്ടി ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡയറക്റ്റായിട്ട് സാത്താനുമായി ഉടമ്പടി വെച്ചിരിക്കുന്നവരാണ്, ബോധപൂർവം സാത്താനെ അറിഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചിരിക്കുന്നവരാണ് ഫ്രീമേസൺസ്, സാത്താൻ വർഷിപ്പേഴ്സ്. അത് അവരതിനു വേണ്ടി പോകുന്നവരും ആ ഉടമ്പടിക്കാണ്. അവർക്ക് പിശാച് സമ്പത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് അധാർമികമായ ജീവിച്ചുകൊണ്ട് അധാർമിക സമ്പത്തുകളെ വെട്ടിപ്പിടിച്ച് ചതിയിലൂടെ വഞ്ചനയിലൂടെ നേടിയെടുത്ത് നുണകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് നമുക്ക് അതുപോലെ തന്നെ ഫ്രീമേസൺസ് പോകുമ്പോൾ സാത്താൻ വർഷിപ്പിൽ സമ്പത്ത് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് സമ്പത്തുകൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്ത് സംഭവിക്കും? ഈ സമ്പത്ത് നമ്മൾ ആത്മാവിന് നമ്മൾ പിശാചിന് കൊടുത്തിട്ടാണ്, നമ്മൾ ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന് പിശാചുമായി പണയം വെച്ചിട്ടാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ നേടിപ്പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിശാച് നയിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്നത് കാണാം. പിശാച് സാത്താൻ നുണയിൻ്റെ പിതാവാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. സാത്താൻ നുണയിൻ്റെ പിതാവാണെന്ന് ഈശോ പറഞ്ഞു. ദൈവം സത്യത്തിൻ്റെ പിതാവുമാണ്. അതുകൊണ്ട് നുണ പറയുന്ന നാവ് ആത്മാവ് നശിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നുണ പറയുന്ന നാവ് നമ്മുടെ ആത്മാവ് നശിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നേടിപ്പിടിക്കുവാനും തർക്കാനും വേണ്ടി ഒത്തിരി നുണകൾ പറയുന്നത് കാണാം. ഈ നുണകൾ നമ്മുടെ സഹോദരനിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. പിശാച് ആദ്യമേ നുണ പറഞ്ഞുകൊണ്ടാണ്, പുരാതന സർപ്പം നുണ പറഞ്ഞുകൊണ്ടാണ് ഈ ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ചത്. അവൻ നുണ പറഞ്ഞില്ലെങ്കിൽ വഞ്ചിക്കപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് സാത്താൻ നുണയെ കൊണ്ട് ഇന്ന് ഈ കാലത്ത് സാത്താൻ ഒത്തിരി നുണ പറയുന്നത് കേൾക്കാം. നമ്മളൊരു വ്യക്തിയിൽ നിന്ന് നമ്മളൊരു വ്യക്തിത്വം തന്നെ മാറിക്കൊണ്ട് അടിസ്ഥാനമില്ലാത്ത ഒത്തിരി നുണകൾ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്പ്രേയും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊന്നെ ചതിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി, ചില നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ചില തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി നുണകളും കുടലുകളും ഉണ്ടാക്കും, കൗശലവും ഉണ്ടാക്കിയെന്ന് വരും. ഇപ്പോഴൊക്കെ നമ്മൾ സംഭവിക്കുന്നത്, നമ്മളെ നയിക്കുന്നത് നമ്മളെ അല്ല, നമ്മൾ മറ്റുള്ളവരാ നിയന്ത്രിക്കപ്പെടുകയാണ്. പണ്ട് പൃഥ്വിരാജ് ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരാ ഫ്രീമേസൺസിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരാൽ ഇലൂമിനാറ്റി സംഘം പറയുന്നത് നമ്മൾ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. ശരിയാണ്, നമ്മൾ ഇന്ന് നിയന്ത്രിക്കപ്പെടുകയാണ്. നമ്മളിലൂടെ മുതലെടുക്കുന്ന വേറെ ഒരുത്തനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് വിക്ടർ ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ സാത്താൻ്റെ കയ്യിലെ കളിപ്പാവകളാണ്. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ സാത്താൻ്റെ കയ്യിലെ കളിപ്പാവകളാണ്. അപ്പോൾ നമ്മൾ വെറും കളിപ്പാവകളെ പോലെ നമ്മളെ നിയന്ത്രിക്കുക സാത്താൻ ചെയ്യുന്നത്, അവൻ ഉപയോഗിക്കുക ചെയ്യുന്നത്, അവൻ തട്ടിപ്പ് കാണിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ നുണകൾ നമ്മളെക്കൊണ്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കല്ല് വെച്ച് നുണകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. അത് ആ വ്യക്തിയിൽ നിന്നല്ല, ആ വ്യക്തിയിൽ കുടികൊണ്ടിരിക്കുന്ന നുണയുടെ ആത്മാവിൽ നിന്ന് സംസാരിക്കപ്പെടുന്ന പല കാര്യങ്ങളെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന അല്പമെങ്കിലും എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ, ഞാനിത് പൊതുവായിട്ട് വിട്ടിരിക്കുന്നതാണ്. ക്രൈസ്തവ സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിവിന് കാരണമാവുകയും നമ്മൾ ഈ പോകുന്ന ധനവൻ നരകത്തിൽ പോകുന്നൊരവസ്ഥ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകരുത്. ഫ്രീമേസൺസ് ആകാൻ പിശാചുമായി ഉടമ്പടി വയ്ക്കാൻ വേണ്ടി ഫ്രീമേസൺ ആകേണ്ട ആവശ്യമില്ല. സാധാരണമായ ഉടമ്പടിക്ക് വേണ്ടി ഒരു ഫ്രീമേസനും ആകാതെ, ദൈവത്തെ പോലും തിരിച്ചറിയാതെ നമുക്ക് സാധാരണമായിട്ട് ഉടമ്പടി വയ്ക്കാം. ദൈവത്തിൻ്റെ കൂടെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് ബൈബിളിന് സന്ദേശം എടുത്ത് പ്രത്യാശയുടെ സന്ദേശം എടുത്തുകൊണ്ട് നമുക്ക് പോയിക്കൊണ്ട് പിശാചിനുമായി ഉടമ്പടി വെച്ച് ജീവിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ക്രൈസ്തവ സമൂഹം ഒത്തിരി പേര് പിശാചുമായി ഉടമ്പടി വെച്ച് ജീവിക്കുന്നവരാണ്. കാരണം ഫ്രീമേസൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇലൂമിനാറ്റീസ് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ ഇലൂമിനാറ്റിയായി മാറുന്നുണ്ട്.
അതായത് ഇലൂമിനാറ്റി പരസ്യമായി ഇലൂമിനാറ്റിയായി പറയുന്ന അവർ ബോധപൂർവം പിശാചാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവരായി ജീവിച്ചിരിക്കെ ദൈവത്തിൻ്റെ സാദൃശ്യം പങ്കുവെക്കലിലൂടെ ദൈവത്തിൻ്റെ സാദൃശ്യം നേടാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാത്താനിക് വർഷിപ്പിൻ്റെ ആൾക്കാരായി ഇലൂമിനേറ്റിയായി കത്തോലിക്ക സഭയിൽ തന്നെ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ക്രിസ്തു, എൻ്റെ ക്രിസ്തുവാണോ എതിർ ക്രിസ്തുവാണോ തിരിച്ചറിയണം. എൻ്റെ ക്രിസ്തു ആവുന്നത് ദൈവം, ഞാൻ വിളിക്കുന്ന ദൈവം അതിൻ്റെ അസ്തിത്വം കൊണ്ട് ദൈവം തന്നെ ആയിരിക്കണം. സത്യവും സ്നേഹവും ജീവനും നീതിയും കരുണയുമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ അസ്തിത്വം എന്നിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിലാവുന്നുള്ളൂ. അതാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതാണ് സഭ എന്ന് പോകുമ്പോൾ CCC 863 പറയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതാണ് സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ സത്യം ഉണ്ടാവും, സ്നേഹമുണ്ടാവും, ജീവനുണ്ടാവും, നീതിയുണ്ടാവും, കരുണയുണ്ടാവും. ഇതില്ലാതെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ചതിയും കുടിലതയും നുണകൾ പറയുകയും അസത്യത്തിൽ വസിക്കുകയും അസത്യം കൂടിക്കൊണ്ടിരിക്കുകയും അന്ധകാരത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെയാണ് വിളിക്കുന്നത്, വിശ്വസിക്കും, തീരുമാനിക്കും, എന്നിട്ട് ഞാൻ അതിന് ജീവിക്കും, ബൈബിളും വായിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ സത്യത്തിൻ്റെ ഈ പ്രകാശത്തിൻ്റെ മനസ്സിലാകാതെ അന്ധകാരത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും സാത്താൻ്റെ കൂടെയാണ്, സാത്താൻ്റെ അടിമയായി ഞാൻ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിന് എൻ്റെ ആത്മാവിനെ തീരെഴുതി കൊടുത്ത് ഞാൻ ഈ ലോകത്ത് സമ്പാദത്ത് നേടുന്നവനായി മാറിക്കഴിഞ്ഞു എന്ന് തിരിച്ചവർ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ അന്ധകാരത്തിൽ വസിച്ച്, അന്ധകാരത്തിൽ കുടികൊണ്ട്, അജ്ഞതയിൽ വസിച്ച്, നുണകളിൽ വസിച്ച് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിലേക്കാകണമെങ്കിൽ ഇതിൻ്റെ സകല നാരകീയ ശക്തിയുടെയും അതിനാണ് ഇലൂമിനാറ്റി എന്ന് പറയുക. ഇലൂമിനാറ്റിയുടെ അന്ധകാരത്തിൻ്റെ പ്രകാശത്തിൽ വസിക്കാത്തവരായി ദൈവത്തിൻ്റെ, സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും നീതിയുടെയും കരുണയുടെയും പ്രകാശത്തിൽ വ്യാപരിക്കുന്നവരായി ക്രൈസ്തവർ ഓരോരുത്തരും ജീവിക്കണം. ഇല്ലാതെ നമുക്ക് നിത്യജീവൻ കിട്ടാൻ പോകുന്നില്ല എന്ന നിത്യജീവൻ നമ്മൾ നശിപ്പിക്കുന്ന ഒരു വലിയ മായക്കെണിയാണ് പിശാച് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തിയെന്ന ദൈവജനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ന് വ്യാജമായത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുന്നൊരു തലം ഇന്നുണ്ട്. ഇന്ന് ക്രൈസ്തവർ ഒത്തിരി പേരും ഈ ഇലൂമിനാറ്റീൻ്റെ തലത്തേക്ക് കടക്കുമ്പോൾ, അതായത് ഇങ്ങനെ ആത്മീയമായി പിശാച് ഉടമ്പടി വെച്ച് പോകുമ്പോൾ അവൻ ആത്മാവ് നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രകാശം തിരിച്ചറിയാൻ പറ്റില്ല. അന്ധകാരത്തിൽ വസിക്കുന്ന പ്രകാശം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഇലൂമിനാറ്റീൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു കെട്ടാണ്. ആ ഇലൂമിനാറ്റീൻ്റെ കെട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വ്യാജമായി വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം അവരിൽ ഉണർത്തും. അതുകൊണ്ട് വ്യാജ പ്രവാചകന്മാരുടെയും എതിർ ക്രിസ്തുവിൽ വ്യാപരിക്കുന്നവരുടെയും വ്യാജത്വത്തിൻ്റെയും പ്രബോധനങ്ങളെ മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെ മാത്രം വസിച്ചുകൊണ്ട് അവരൊരു കെണിയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒത്തിരി ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പല സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ ഇലൂമിനാറ്റിയുടേതാണെന്ന് ശരിക്ക് അത് ആത്മീയമായ കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ പ്രബോധകരുടെ കീഴിൽ വസിക്കുന്ന, അതായത് ഇതൊരു വ്യാജപ്രവാചകന്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുക. വ്യാജപ്രവാചകൻ, അതുകൊണ്ട് വ്യാജമായത് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, അതുമാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇക്കാലഘട്ടത്തിൽ ഒത്തിരി പ്രബോധകർ ലോകത്തിൻ്റെതായ രീതിയിൽ സുഖിപ്പിക്കുന്ന സുവിശേഷം പറഞ്ഞുകൊണ്ട് ഒത്തിരി ആത്മാക്കളെ വഞ്ചിക്കുന്നത്. അപ്പോൾ ആ വഞ്ചനയിൽ നമ്മളായി ഒരു കെണിയിൽപ്പെട്ട് നമ്മുടെ ആത്മാവ് തകരുക ചെയ്യുന്നത്. അവർക്ക് ഈ സത്യവും നീതിയും കരുണയും ഒന്നും ഉണ്ടാകില്ല. നമ്മൾക്ക് മോട്ടിവേഷനിൽ കൂടെ ഈ ലോകത്തിൻ്റെ രീതിയിൽ ഒത്തിരി ഈ സൈക്കോളജിക്കലൊക്കെ രീതിയിലൊക്കെ കൊണ്ടുവന്ന് നമ്മളൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ലോകത്തിനെയും പാപത്തിലേക്ക് നമ്മളെ കെട്ടി തളച്ചിട്ടുകൊണ്ട് ദൈവകൃപയിൽ വളരാത്ത രീതിയിൽ ഉണ്ടാക്കുന്നൊരു കെണിയുണ്ട്. അത് ഈ കാലത്ത് സംഭവിക്കുക. ഒത്തിരി അങ്ങനെയുള്ള പ്രബോധകരുടെ പുറകെയാണ് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പോകുന്നത്. അത് വലിയ കെണിയാണ്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. വ്യക്തമായ തെളിവോടും അടിസ്ഥാനത്തോടും കൂടി സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളും അറിയാതെ തന്നെ ഇലൂമിനാറ്റീൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഇന്ന് ഇലൂമിനാറ്റീൻ്റെ ഭാഗമായിക്കൊണ്ട് ആത്മാവിനെ പിശാചിനെ തീരെഴുതിക്കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് ബോധമില്ലാത്തവരായി വെറും മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ തിന്മയുടെ വക്താക്കളെ ലോകത്തിന് അനുരൂപരായി, ക്രിസ്തുവിന് അനുരൂപരല്ലാതെ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നവരാണെന്ന സത്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.